ഞങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുന്നത്, പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ മിണ്ടാതിരിക്കുന്നത്, ഞങ്ങൾ കൂടി മിണ്ടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടാനുള്ള ആരോഗ്യം പാർട്ടിക്കില്ല എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ്. യൂത്ത് കോൺഗ്രസ് അങ്ങനെ ഒരു അക്കോമഡേറ്റീവായിട്ടുള്ള ആവശ്യം യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചിട്ടില്ല. കാലാകാലങ്ങളായി ചെറുപ്പക്കാരെ നന്നായി ഉൾക്കൊള്ളുന്നൊരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് അങ്ങനൊരു അഭിപ്രായം യൂത്ത് കോൺഗ്രസ്സിനില്ല. പക്ഷേ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വാർത്തകൾ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാർട്ടിക്ക് അകത്ത് പറയേണ്ടുന്ന പല അഭിപ്രായങ്ങളും പുറത്ത് പറഞ്ഞ് പാർട്ടിയെ തിരുത്തിച്ച് അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയ ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ മുൻനിര നേതൃത്വം മുഴുവൻ. പുതിയ കാലത്തെ ചെറുപ്പക്കാർ നിലയിൽ ഞങ്ങൾക്കാർക്കും അതറിയാൻ പാടില്ലാത്തത് കൊണ്ടോ അങ്ങനെ തിരുത്താൻ ഒന്നുമില്ലാത്തത് കൊണ്ടോ അല്ല മിണ്ടാതിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുന്നത്, പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ മിണ്ടാതിരിക്കുന്നത്, ഞങ്ങൾ കൂടി മിണ്ടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടാനുള്ള ആരോഗ്യം പാർട്ടിക്കില്ല എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എതിരായിട്ട് ജനവികാരം അലയടിക്കുന്നൊരു കാലഘട്ടത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പൊതു ഇടത്തിൽ ചർച്ചയാകേണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു യുവ നേതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ? ഈ 10 വർഷക്കാലത്തിനിടയിലുള്ള ചെറുപ്പക്കാർക്ക് ഇതൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷെ അത് വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. യുവാക്കൾ കാണിക്കുന്ന, ചെറുപ്പക്കാർ കാണിക്കുന്ന ആ പക്വതയും പാകതയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ദയവ് ചെയ്ത് കാണിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ തലക്കെട്ടിൽ നിറയണമെന്ന ആഗ്രഹമുള്ള ആളുകൾ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടും BJPക്കെതിരായിട്ടും അതിനിശ്ചിതമായ വിമർശനം ജനങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ വിമർശനങ്ങൾ ക്യാരി ചെയ്തിട്ട് ആ വാർത്തകളിലാണ് ഇടം പിടിക്കേണ്ടത്. അതല്ലാതെയുള്ള വാർത്തകൾ ഇടം പിടിക്കുമ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ടത് പേവിഷബാധയേറ്റ് മരണപ്പെട്ട സാഹചര്യമുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട, ആ രാഷ്ട്രീയം പറയേണ്ടുന്ന ദിവസം എന്താണ് ചർച്ചയാകുന്നതെന്ന് നേതാക്കന്മാർ കൂടി ഒന്ന് ആലോചിക്കട്ടെ. ചായക്കട തൊട്ട് പുതിയ കാലഘട്ടത്തിലെ സമൂഹ മാധ്യമ ഇടങ്ങളിൽ വരെ രാഷ്ട്രീയം പറയുകയും ആ രാഷ്ട്രീയം പറയുന്നതിൻ്റെ പേരിൽ BJPയുടെയും CPMൻ്റെയും ഒക്കെ അക്രമം ഏറ്റുവാങ്ങുകയും, അത് ഐഡിയോളജിക്കൽ അറ്റാക്ക് ആയാലും ശരി തന്നെ, കായികമായ അറ്റാക്ക് ആയാലും ശരി തന്നെ, അത് ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന സാധാരണ പ്രവർത്തകൻ്റെ അവൻ്റെ മുറയിലിനെ തകർക്കുന്നതായിരിക്കരുത് നേതൃത്വത്തിൻ്റെ പ്രവൃത്തി. അതിനകത്ത് നേതാക്കന്മാർ കൃത്യമായി ജാഗ്രത ഉണ്ടാകണം. ഇപ്പോൾ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് തന്നെ ഇത്ര അനിശ്ചിതത്വം. ഇപ്പോൾ പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഒരാളെ നിശ്ചയിക്കുമ്പോൾ അത് ഏത് പദവിയിലായിക്കോട്ടെ, ഇപ്പോൾ എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് പാർട്ടിയുടെ ഹൈക്കമാൻഡ് നിശ്ചയിച്ചു. അപ്പോൾ ആ നിശ്ചയിക്കുന്ന ആളുകൾക്കറിയാം എന്നെ എപ്പോൾ മാറ്റണം, എപ്പോൾ മാറ്റേണ്ടായെന്ന്. അത് ബാക്കിയുള്ളവർ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടാണോ ആളുകളെ വെക്കുകയും മാറ്റുകയും ചെയ്യുന്നത്? പാർട്ടിയുടെ ഹൈക്കമാൻഡിന് കൃത്യമായി ബോധ്യമുള്ള പുനഃസംഘടനാ വിഷയത്തിനകത്ത് എല്ലാ ദിവസവും ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുന്നത് അത്ര ആരോഗ്യകരമല്ല. മാത്രമല്ല, നേതൃത്വം ഇടപെട്ട അനിശ്ചിതത്വം മാറ്റണം. അത് പാർട്ടി പ്രവർത്തകരുടെ മുറയിലിനെ ബാധിക്കും. അതുപോലെ തന്നെ ഈ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുടെ മുറയിലിനെ ബാധിക്കും. അവർ തുടരുകയാണോ, തുടരുകയല്ലേ, അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തണം. അതല്ലാതിരിക്കുമ്പോൾ അവർക്ക് എങ്ങനെ പെർഫോം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക? വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അംഗനവാടിയിലെ ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ല ഇത്. സാധാരണ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്ന, സാധാരണ പ്രവർത്തകന് അധികാര സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയുന്ന പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങേണ്ടുന്ന പ്രസ്ഥാനം ഇത്തരം ഒരു ചർച്ചകളുടെ പിന്നാലെ പോകുന്നത് സാധാരണ പ്രവർത്തകന്റെ, ഒരിക്കൽ കൂടി പറയുന്ന, മുറയിൽ തകർക്കും. രാവിലെ പത്രം എടുക്കുമ്പോൾ നെറ്റി ചുളിക്കേണ്ടി വരുന്നത്, വിയർക്കേണ്ടി വരുന്ന അവസ്ഥ, പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അവസ്ഥ, പ്രവർത്തകന് മാറ്റേണ്ടുന്ന ബാധ്യത പാർട്ടിയുടെ നേതാക്കന്മാർ ഏറ്റെടുക്കണം. കഴിഞ്ഞൊരു 10 വർഷക്കാലമായി കേരളത്തിലെ ചെറുപ്പക്കാർ കാണിക്കുന്ന അച്ചടക്കം തലയെടുപ്പുള്ള മുതിർന്ന നേതാക്കന്മാർ കൂടി കാണിക്കുവാൻ അവരോട് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്.